സച്ചിതം ഫോർ യുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്തെ മഹാനഗരമാണ് വിശാഖപട്ടണം. രാജ്യത്തെ ഏറ്റവും പഴയ കപ്പൽ നിർമ്മാണശാല, കിഴക്കൻ തീരത്തെ പ്രകൃതിദത്തമായ ഏക തുറമുഖം, മനോഹരമായ ബീച്ചുകൾ, മ്യൂസിയങ്ങൾ, സിംഹാചലം കാണാൻ ഒട്ടേറെയുണ്ട് നഗരത്തിലെ സമീപ പ്രദേശങ്ങളിലും. നാവികരുടെ ജീവിതത്തെപ്പറ്റി ഏറെ കൗതുകമുണർത്തുന്നതും സൈനിക വിഭാഗത്തിന് മാത്രം സ്വന്തമായ മുങ്ങിക്കപ്പലുകൾ കാണാൻ, ഉള്ളിൽ കയറാൻ മോഹമുണ്ടെങ്കിൽ പോകാം വിശാഖപട്ടണത്തേക്ക്. INS കർസുറ സബ്മറൈൻ മ്യൂസിയം. പുൽത്തകടിയിൽ മുങ്ങിക്കപ്പലുകളിലെ പ്രധാന ആയുധമായ ടോർപിഡോ, മിസൈൽ, നാവിഗേഷൻ ഉപകരണമായ ബൊയെ ഒക്കെ ആ പരിസരത്ത് തന്നെ കാണാം. ഒരു കൂട്ടം മുങ്ങിക്കപ്പലുകൾ ഒരുമിച്ച് സേനയിലേക്ക് എടുക്കുമ്പോൾ അതിൽ ആദ്യത്തെ കപ്പലിൻ്റെ പേരായിരിക്കും അവയെ പൊതുവായി വിശേഷിപ്പിക്കുന്നത്. 1967-68 കാലത്ത് റഷ്യയിൽ നിർമ്മിച്ച് ഇന്ത്യ വാങ്ങിയ INS കാൽവരി, INS ഖണ്ടൂരി, INS കരഞ്ച്, INS കർസുറ എന്നിവയാണ് കാൽവരി ക്ലാസ് മുങ്ങിക്കപ്പലുകൾ. ഇന്ത്യൻ നേവിയുടെ ഉടമസ്ഥതയിലെത്തിയ ആദ്യ മുങ്ങിക്കപ്പലുകളും ഇവ തന്നെ. ഇതിൽ ഏറ്റവും ഇളയവനായ കർസുറയാണ് വിശാഖപട്ടണ തീരത്ത് സഞ്ചാരികൾക്ക് കാഴ്ചവിരുന്നാകുന്നത്. ഡിസംബർ 19 ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ INS കർസുറ ഡീസൽ ഇലക്ട്രിക് സബ്മറൈനാണ്. 4 നില കെട്ടിടത്തിൻ്റെ ഉയരവും 6 നില കെട്ടിടത്തോളം നീളവുമുള്ള ഈ മുങ്ങിക്കപ്പൽ 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ മികച്ച പെട്രോളിംഗ് പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയമായിരുന്നു. 31 വർഷത്തെ സേവനത്തിന് ശേഷം 2001 കർസുറെ ഡീകമ്മീഷൻ ചെയ്തു. ഈ സബ്മറൈൻ മ്യൂസിയത്തിൻ്റെയും ചരിത്ര നാഴികക്കല്ലുകൾ വിവരിക്കുന്ന ബോർഡുകൾ ടിക്കറ്റ് കൗണ്ടറിന് സമീപം പ്രദർശിപ്പിച്ചിരിക്കുന്നു. നാവികസേനയിൽ നിന്ന് വിരമിച്ച ശേഷം INS കർസുറ ഒരു സബ്മറൈൻ മ്യൂസിയം ആക്കിയതിൻ്റെ ഓരോ ഘട്ടവും ആ ബോർഡുകളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാം. 7 കമ്പാർട്ട്മെൻറ്റുകളുണ്ട് INS കർസുറയ്ക്ക്. സന്ദർശകർ ആദ്യം എത്തുന്നത് ടോർപിഡോ കമ്പാർട്ട്മെൻറ്റിലേക്കാണ്. 10 ടോർപിഡോ ട്യൂബുകളാണ് ഇതിലുള്ളത്. 22 ടോർപിഡോകൾക്കുള്ള സ്ഥലവും. ടോർപിഡോയ്ക്ക് പകരം കടൽ മൈനുകളും മുങ്ങിക്കപ്പലുകൾ ആയുധമാക്കാറുണ്ട്. 44 മൈനുകൾ വഹിക്കാനുള്ള ശേഷിയാണ് ഇതിനുള്ളത്. മുങ്ങിക്കപ്പൽ ഓരോ ഓപ്പറേഷൻ്റെയും ലക്ഷ്യവും സ്വഭാവവും അനുസരിച്ച് നിശ്ചിത എണ്ണം ടോർപിഡോയും കടൽ മൈനുകളും കരുതുകയാണ് പതിവ്. രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റ് മുങ്ങിക്കപ്പലിൻ്റെ കണ്ണും കാതുമാണ്. സൗണ്ട് റൂം അഥവാ സോനാർ ഓപ്പറേഷൻ റൂം എന്ന് ഔദ്യോഗിക പദം. കർസുറയുടെ 25 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഏതൊരു ശബ്ദവും പിടിച്ചെടുത്ത് വിശകലനം ചെയ്യുന്ന സോനാർ ഉപകരണമാണ് ഇവിടെയുള്ളത്. ക്യാപ്റ്റൻ്റെ മുറി, ഓഫീസർമാരുടെ ഡൈനിങ് റൂം, ബാറ്ററി റൂം എന്നിവയും ഇതിൻ്റെ ഭാഗമാണ്. 448 ബാറ്ററികൾ ചേർന്നാണ് മുങ്ങിക്കപ്പലിനെ ചലിപ്പിക്കുന്നത്. സബ്മറൈൻ്റെ ഹൃദയം എന്ന് വിളിച്ചു വിശേഷിപ്പിക്കാവുന്ന കൺട്രോൾ റൂമാണ് അടുത്ത ഭാഗം. ഒട്ടേറെ വാൽവുകൾ, പൈപ്പ് ലൈനുകൾ, പലതരം മീറ്ററുകളൊക്കെ ഇവിടെ കാണാം. കടലിനടിയിലേക്ക് താഴുന്നത്, ഉപരിതലത്തിലേക്ക് പൊങ്ങുന്നത്, പെരിസ്കോപ്പിക് ദൃശ്യങ്ങൾ വിശകലനം ചെയ്യുന്നത്, ദിശ മാറ്റുന്നത് തുടങ്ങിയ നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നത് ഇവിടെ വെച്ചാകും. അത് നടപ്പാക്കാനുള്ള നിയന്ത്രണ സംവിധാനവും സ്വിച്ചുകളും ഒക്കെ ഇവിടെയാണ്. കടലിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരേ സമയം 25 പേരെങ്കിലും കൺട്രോൾ റൂമിൽ പ്രവർത്തന നിരതരായിട്ടുണ്ടാകും. ജല ഉപരിതലത്തോട് ചേർന്ന് സഞ്ചരിക്കുമ്പോൾ മണിക്കൂറിൽ 15 നോട്ടിക്കൽ മൈലും വെള്ളത്തിനടിയിൽ നീങ്ങുമ്പോൾ 9 നോട്ടിക്കൽ മൈലുമാണ് കർസുറയുടെ വേഗം. ഈ കപ്പൽ 73,000 നോട്ടിക്കൽ മൈൽ സഞ്ചരിച്ച ശേഷമാണ് വിരമിച്ചത്. 4ാം കമ്പാർട്ട്മെൻറ്റിൽ നന്നേ ചെറിയ അടുക്കളയും നാവികരുടെ വിശ്രമ സ്ഥലങ്ങളും കാണാം. മെയിൻ എഞ്ചിൻ റൂം, ഇലക്ട്രിക്കൽ മോട്ടോറുകൾ, സ്വിച്ച് ബോർഡുകൾ, മറ്റ് യന്ത്രങ്ങൾ എന്നിവയാണ് അടുത്ത കമ്പാർട്ട്മെൻറ്റുകളിലുള്ളത്. 2000 HP വീതമുള്ള 3 എഞ്ചിനുകളാണ് കർസുറയിലുള്ളത്. മുങ്ങിക്കപ്പൽ സഞ്ചാരം ആരംഭിക്കുന്നതിന് 3-4 മണിക്കൂർ മുൻപ് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് ബാറ്ററി ചാർജ് ചെയ്യും.
പ്രവർത്തന സമയങ്ങളിൽ 40-42 ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ടാകും ഇവിടെ. ട്രെയിനിലെ സ്ലീപ്പർ ക്ലാസ് ബെർത്തുകൾ പോലെ ഒന്നിനു മുകളിൽ ഒന്നായി ക്രമീകരിച്ച കട്ടിലുകളാണ് വിശ്രമസ്ഥലം. അതും നാവികർക്ക് ഊഴമിട്ടെടുക്കാനേ പറ്റൂ. മുങ്ങിക്കപ്പലിനുള്ളിൽ നാവികർ എത്രമാത്രം പരിമിത സൗകര്യങ്ങളിലാണ് കഴിയുന്നത്. ഇടുങ്ങിയ അകത്തളങ്ങൾ, ചൂട്, ശബ്ദം, വിയർത്തൊലിക്കുന്ന അന്തരീക്ഷം, ഭക്ഷണവും വെള്ളവും മുതൽ സ്ഥലം വരെ റേഷൻ. 75 നാവികരാണ് INS കർസുറയിൽ ഓൺബോർഡ്. അവർക്കാകെ 2 ശുചിമുറിയാണുള്ളത്. 30-45 ദിവസം നീളുന്ന സഞ്ചാരത്തിൽ പോലും നാവികർക്ക് കരയിൽ തിരിച്ചെത്തിയാലേ കുളിക്കാൻ സാധിക്കുകയുള്ളൂ. ഏഴാമത്തെ കമ്പാർട്ട്മെൻറ്റ് ആഫ്റ്റൈൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ടോർപിഡോ ട്യൂബ്, എസ്കേപ്പ് ഹാച്ച്, നാവികരുടെ വിശ്രമ സങ്കേതങ്ങൾ എന്നിവയാണ് ഇവിടെയുള്ളത്. അപകടഘട്ടത്തിൽ അടിയന്തര രക്ഷാസന്ദേശം അയക്കുന്നതിനുള്ള സംവിധാനവും ഇവിടെയുണ്ട്. യുദ്ധകാലത്തും സമാധാനകാലത്തും ഒരുപോലെ മികച്ച പ്രവർത്തനം നടത്തിയ INS കർസുറ 2001 ഫെബ്രുവരിയിലാണ് സേനയിൽ നിന്ന് ഡീകമ്മീഷൻ ചെയ്തത്. പിന്നീട് 3.5 കോടി രൂപ മുടക്കിയാണ് മ്യൂസിയം ആക്കിയത്. ഈ സബ്മറൈൻ മ്യൂസിയം ഏഷ്യയിലെ ആദ്യത്തേതും ലോകത്തിലെ രണ്ടാമത്തേതുമാണ്. പുറത്തിറങ്ങിയ ഈ ഭീമൻ പടക്കുതിരയെ ആകെക്കൂടി ഒന്ന് നോക്കുമ്പോൾ ഈ കപ്പലിൻ്റെ പകുതി ഭാഗം മാത്രമേ കണ്ടിട്ടുള്ളൂ. അത്ര വലിപ്പമുണ്ട് കർസുറയ്ക്ക്. സാധാരണക്കാർക്ക് പൊതുവെ അപ്രാപ്യമായ കാഴ്ചകളും അനുഭവങ്ങളും പങ്കിട്ട് നൽകുന്ന അപൂർവമായൊരു മ്യൂസിയം അനുഭവമാണ് INS കർസുറ മ്യൂസിയം എന്ന് പറയാതിരിക്കാനാവില്ല. പഴയ കാൽവരി ക്ലാസ് മുങ്ങിക്കപ്പലുകളിൽ കാൽവരിയുടെയും കണ്ടേരിയുടെയും ഉപരിതലത്തിലെ ഗോപുരം പോലുള്ള ഭാഗം സെയിൽ മ്യൂസിയങ്ങളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ചരിത്രത്തിൻ്റെ അടിയൊഴുക്കുകളും കാലത്തിൻ്റെ കരുത്തുറ്റ തിരതല്ലുകളും അതിജീവിച്ച കർസുറ പുതുതലമുറയ്ക്ക് കഥകൾ ചൊല്ലിക്കൊടുക്കുന്ന കാരണവരെ പോലെ ഇന്നും സമുദ്രതീരത്ത് പൂർണ്ണ രൂപത്തിൽ വിശ്രമിക്കുന്നു.